ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളെ ഹെയർ ഏകദേശം എൻ്റെ ഒരു ഹെയർ പോലെ ഭയങ്കര ഫ്രിസി ആയിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ പറഞ്ഞു വന്ന പ്രൊഡക്റ്റ് ഇതാണ്. ലോറിയൽ പാരീസിന്റെ ടോട്ടൽ റിപ്പയറിംഗ് സ്മൂത്തനിങ് ആൻഡ് റിപ്പയറിംഗ് സിറാണ് വരുന്നത്. ഇത് അൺമാനേജബിൾ ആൻഡ് ഡാമേജ് ഹെയറിന് പറ്റിയ അടിപൊളി ഒരു സിറം തന്നെയാണ് കേട്ടോ. ഇത് വരുന്നത് 40 ml ആണ് വരുന്നത്. ഇതേപോലെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു സിറം ഭയങ്കര ഓയിലി ടെക്സ്റ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പം എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഭയങ്കര ഒരു ഓയിലി ആയിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര സ്മൂത്ത് ആൻഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നല്ല ഒരു അടിപൊളി സ്മെല്ലും ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഓയിലി ടെക്സ്ചർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഇതിപ്പോൾ കയ്യിൽ നിന്ന് എൻ്റെ സ്കിന്നും അതുപോലെ തന്നെ ആ ഒരു അപ്ലൈ ചെയ്ത ഭാഗം ഭയങ്കര ഷൈനിങ് ഉണ്ട്. അത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഹെയറിൻ്റെ മുകളിൽ. അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിന് ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മളെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കേളി ഫ്രിസി വേവി, B2 ലെവൽ ഹെയർ. അപ്പം അങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ ആ ഹെയറിന്റെ ടൈപ്പിന് ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കേളാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു ഹെയറിന് ഒരുവിധം മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്താം. ഹെയർ ഭയങ്കര ഡ്രൈയും ഫ്രിസി ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയായിട്ട് യൂസ് ചെയ്തിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി. ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഹെയർ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി നിൽക്കണമെങ്കിൽ കുറച്ചൊരു ഓയിലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സിറം യൂസ് ചെയ്യുമ്പോൾ നല്ലത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചകിരി പോലെ നിൽക്കുന്നതിനെ കൊണ്ട് തന്നെ കുറച്ചൊരു ഓയിലി ഒരു ടെക്സ്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നിൽക്കും. കുറെ ടൈം നിൽക്കാനും കൂടെ കഴിയും കുറച്ചൊരു ഓയിലി ടെക്സ്ചർ ഉള്ളതാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ആയതാട്ടോ. അപ്പൊ നിങ്ങളെ മുടി ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര ഫ്രിസി ആണ്, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കര പറന്ന് ഒരുമാതിരിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഈ ഒരു സിറം നിങ്ങളെ ഹെയർ ഭയങ്കര സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഹെയർ ഒരു അൺമാനേജബിൾ ആയിട്ടുള്ള ഹെയർ ആണ്, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരു ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്തില്ല അടുത്ത ദിവസം ആകുമ്പോഴേക്ക് നമ്മൾ മുടി എന്തെങ്കിലും കെട്ടി വെക്കുമ്പോഴേക്ക് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ എന്ത് സിറം സെലക്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന്റെ പ്രശ്നം എന്താ നോക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സിറം നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് ആണെങ്കിൽ നിങ്ങൾ ഒരു ഓയിലി ടെക്സ്ചർ ടൈപ്പ് വരുന്ന സിറം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര കുഴപ്പമില്ല എന്നാലും ഓയിലി ടെക്സ്ചർ അത്ര വേണ്ടെങ്കിൽ നമ്മൾ നോർമൽ ടൈപ്പ് സിറം വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഹെയർ ഭയങ്കര അൺമാനേജബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഹെയർ ആണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സിറമാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നേരെ ഓപ്പോസിറ്റ് സിറം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല, നമ്മളെ മുടി നല്ല രീതിയിൽ നിൽക്കില്ല. അപ്പം ഞാൻ നോർമൽ ആയിട്ടുള്ള സിറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിന്റെ അത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ എന്റെ മുടി ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ബുഷായിട്ട് നിൽക്കും, കാറ്റടിക്കുമ്പോഴേക്ക് അങ്ങ് പാറി, അതായത് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഹെയർ ടൈപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയ കേട്ടോ, ഇവിടെ ഇങ്ങോട്ടല്ല പറഞ്ഞത്, ആ മോൾ ഭാഗത്ത് കുറച്ച് ഏരിയ ഭയങ്കര തിന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് അൺമാനേജബിൾ ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ടുള്ള സിറാണ്. പിന്നെ ഇതുപോലെ ഭയങ്കര ഒരു ഓയിലി ടെക്സ്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സ്മെല്ലും ആണ് കേട്ടോ. നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ലാസ്റ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ രാവിലെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വെള്ളം ഉള്ള ടൈമല്ല, കുറച്ചൊന്ന് വെള്ളം പോയി കഴിഞ്ഞിട്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. രണ്ട് ഭാഗത്തേക്ക് പഴുത്തിട്ടിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഹെയർ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് ഇത് എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ മാക്സിമം ഒരു 3 തുള്ളി എന്നുള്ള ലെവലിലാണ് ഞാൻ എടുക്കല്. എന്നിട്ട് ഇപ്പൊ തന്നെ ഞാൻ കയ്യിലൊന്നും തൊട്ടിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഭയങ്കര ഒരു സ്ലിപ്പ് ആവുന്ന പോലെ തോന്നും, ഭയങ്കര ഒരു സോഫ്റ്റ് ആയിരിക്കുന്ന സ്ലിപ്പ് ആവുന്ന പോലെ തോന്നും. അതൊരു ഓയിലി ടെക്സ്ചർ ഉള്ളതിനെ കൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ സിറം യൂസ് ചെയ്യുക. 1, 2, 3 ഡ്രോപ്സ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 2 ഭാഗത്തേക്ക് പഴുത്ത് വെച്ചിട്ട് നമ്മുടെ ഹെയറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് മുതലേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു മാനേജ് ചെയ്യാൻ പറ്റാതെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നേ തുടങ്ങിയിട്ട് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഇവിടെ മാത്രം ഇങ്ങനെ വലിഞ്ഞ് പിടിച്ച് നിൽക്കും. അപ്പോൾ വെച്ചാൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊട്ടി കിടക്കുന്ന ഹെയർ ഒക്കെ ഉണ്ടാവില്ല, ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇങ്ങനെ പൊട്ടി ചിലപ്പോൾ അത് പൊട്ടിപ്പോയതായിരിക്കും, ചിലപ്പം കൊഴിഞ്ഞു പോയതായിരിക്കും, അങ്ങനെ സ്പ്ലിറ്റന്റ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വന്നതാണെങ്കിൽ നമ്മൾ ആ ഒരു പൊന്തി കിടക്കുന്ന ഹെയർ ഒക്കെ നമുക്ക് ഈ ഒരു സിറം വെച്ചിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും എങ്ങനെ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി കഴിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറം തന്നെയായിരിക്കും. നമുക്ക് ഈ ഡ്രൈ ഫ്രിസി
കേളി ബേബി B2 ലെവൽ ആ ഒരു ഹെയർ ഉണ്ടല്ലോ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഹെയറിന് പറ്റിയ പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ അൺമാനേജബിൾ ആണ്, ഡാമേജ് ഹെയർ ആണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടെ അതിൽ ക്ലിയർ ചെയ്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് 40 ml ആണ് വരുന്നത്. ഇതിന്റെ 100 ml ഒക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. അത് 500 റേറ്റ് വരുന്നുണ്ട്. ഇത് 229 വരുന്നുള്ളൂ. അത് 230 റേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല യൂസ് ആണ്. ഇത് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ട് ഏകദേശം ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരെ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 1 month ഞാൻ കഴിഞ്ഞ് ഇത് യൂസ് ചെയ്ത് തുടങ്ങി. അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം എന്റെ ഹെയറിൽ വന്നിട്ടുണ്ട്. നമുക്ക് വെച്ചാൽ ഭയങ്കരമായിട്ട് കേള്, ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് എപ്പോഴും കേളായിട്ട് ഇങ്ങനെ ചുരുണ്ട് മുകളിലേക്ക് കയറി കിടക്കുക. ഇത് അത്യാവശ്യം ആ ഒരു ഭയങ്കര കേളി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ അങ്ങ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് പോലെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നല്ല, മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ചെകിരിയിൽ നിന്ന് മാറിയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രാവിലെ നമ്മളിപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വെച്ചാൽ നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു മുടിയുടെ അറ്റത്ത് പോയിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ മുടി ഒരഞ്ഞിട്ട് ഈ സ്പ്ലിറ്റ് എൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പൊട്ടിപ്പോവും, ഭയങ്കര ഡ്രൈ ആവും, തിന്നാവും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിറം യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങളൊരു പുതിയ സിറം യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ വലിയൊരു എമൗണ്ട് കൊടുക്കാതെ തന്നെ അത്യാവശ്യം നല്ലൊരു സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റിയൊരു സിറം കേട്ടോ. അപ്പൊ എന്റെ ഹെയർ ഞാൻ കുറച്ചും കൂടി മാനേജബിൾ ആയിട്ട് നിർത്താൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത ഒരു സിറം കൂടിയാണിത്. അപ്പൊ നിങ്ങൾ എന്തായാലും വാങ്ങി യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തെടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.